നമ്മൾ നേരത്തെ പറഞ്ഞ തൃശൂരിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ച സംഭവത്തിൽ റോഡിലിരുന്നു കൊണ്ട് വലിയ പ്രതിഷേധം അവിടെ തുടങ്ങുകയാണ്. ഇത്തരത്തിൽ കുണ്ടും കൂടി വഴി ബിജെപിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധമെന്നാണ് മനസ്സിലാക്കുന്നത്. MG റോഡിലൊരു യുവാവ് പയ്യൻ മരിച്ചത്, അമൽജിത്ത് എന്ന് പറഞ്ഞ പയ്യൻ. ഇന്ന് കുറച്ച് സമയം അരമണിക്കൂർ മുമ്പ് ഇവിടെ കുഴിയിൽ വീണുകൊണ്ട് ഒരു യുവാവ് മരിച്ചത്. ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചിട്ടും തൃശ്ശൂർ മേയർ തൃശ്ശൂരിൽ ഒരു റോഡ് നന്നാക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ മേലെ കുതിര കയറിയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ തൃശ്ശൂർ മേയറെ കൊണ്ട് തൃശ്ശൂർ നഗരം മുഴുവൻ റോഡ് ടാർ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് BJP ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധം ഇന്നിവിടെ അവസാനിക്കില്ല. തൃശ്ശൂർ മേയറുടെ ചേംബറിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ട് മാത്രമാണ് BJP സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തുടർച്ചയായി അപകടങ്ങളാണ് തൃശൂർ നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. രുചിഷ് ഏബലിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അയ്യന്തോൾ കർഷകർ നഗറിൽ നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ്, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് യഹുദ C. നായരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. വാഹനങ്ങൾ അടക്കം തടഞ്ഞിട്ട് കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് മേയർ അടക്കമുള്ള ആളുകൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് BJP നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം തന്നെ ഈ വിഷയത്തിന്മേൽ ഉള്ളതാണ്. പക്ഷേ നടപടിയെടുക്കേണ്ട അധികാരികൾ ആരും ഈ വിഷയത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. റോഡിൽ വാഴ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നേരത്തെ ആരംഭിച്ചതാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലും ഈ റോഡപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം തന്നെ നടന്നിരുന്നു. എൽത്തുരുത്ത് സ്വദേശിയായ ഏബൽ ഇന്ന് രാവിലെ 9:30 തൃശൂർ നഗരത്തിലേക്ക് ജോലി ആവശ്യത്തിനായി വരുന്നതിനിടയിലാണ് ബസ്സിന് അടിയിൽപ്പെട്ട് മരണപ്പെടുന്നത്. ഏതായാലും യുവാവിന്റെ തൃശൂരിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് തൃശൂരിൽ നടക്കുന്നത്. എൽത്തുരുത്ത് സ്വദേശി ഏബലാണ് റോഡിലെ കുഴി കണ്ട് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്.